എല്ലാവരും ഈ കുഞ്ഞു ശബ്ദത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണേ. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15, അതായത് ഇന്ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ഞാനും അതിൽ സന്തോഷം കൊള്ളുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കി, മദ്യപാനത്തിലും മയക്കുമരുന്നിലും അടിമയായ ഒരു തലമുറ, രാത്രിയിൽ ഒന്നുറങ്ങാൻ പോലും ഭയപ്പെടുന്ന മാതാപിതാക്കൾ. ആരെ ഈ ലോകത്ത് വിശ്വസിക്കും? എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? പാപികളായിപ്പോയ മനുഷ്യരുടെ പാപം എങ്ങനെ മാറും? ആത്മഹത്യകൾ എങ്ങനെ കുറയും? എൻ്റെ സ്നേഹിതരെ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനത്തിൻ്റെ പാപം കഴുകിക്കളയുവാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. അതാണ് നമ്മുടെ യേശു അപ്പച്ചൻ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അപ്പച്ചൻ. കൊല ചെയ്യരുത്, മദ്യപിക്കരുത്, ഒരു പാപവും ചെയ്തെന്ന സ്നേഹത്തോടെ പറഞ്ഞു തന്ന യേശു. ഈ അപ്പച്ചൻ്റെ കയ്യിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്നേഹമുണ്ട്. ബൈബിൾ പറയുന്നു, ഭർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കും. കൂടുതലായി യേശുവിനെ പറ്റി അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ IPC എബനേസർ ചർച്ചുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ പാസ്റ്ററുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു.